ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ചർച്ചയാവുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എവിടെ? ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ ചില ഇറാനിയൻ മാധ്യമങ്ങളാണ് ആദ്യം പുറത്തുവിട്ടത്. നെതന്യാഹുവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒരു മന്ത്രിയും കൊല്ലപ്പെട്ടു എന്നായിരുന്നു പ്രചരണം. എന്നാൽ ഇസ്രയേൽ ഇത് നിഷേധിക്കുമ്പോഴും നെതന്യാഹുവിൻ്റെ ദീർഘനാളത്തെ അസാന്നിധ്യം പല സംശയങ്ങൾക്കും വഴിവച്ചിരിക്കുന്നു. നെതന്യാഹു എവിടെ എന്നുള്ള ചോദ്യം പടരുമ്പോഴാണ് നെതന്യാഹുവിൻ്റേതെന്ന പേരിൽ ഒരു വീഡിയോ പുറത്തു വന്നത്. എന്നാൽ ഈ വീഡിയോ ആശ്വാസത്തിന് പകരം കൂടുതൽ സംശയങ്ങളാണ് ഉണ്ടാക്കിയത്. വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ചവർ പറയുന്നത് ഇത് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ്. വീഡിയോയിൽ നെതന്യാഹുവിൻ്റെ കയ്യിൽ 5 അല്ല 6 വിരലുകൾ കാണപ്പെടുന്നു. ഇത് AI നിർമ്മിത വീഡിയോകളിൽ സാധാരണയായി വരാറുള്ള പിഴവുകളാണ്. സംസാരിക്കുമ്പോഴുള്ള ചുണ്ടുകളുടെ ചലനവും ശബ്ദവും തമ്മിൽ വ്യക്തമായ പൊരുത്തക്കേടുണ്ട്. പല്ലുകൾ നെതന്യാഹുവിൻ്റെ വായ തുറക്കുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ കൂടുതൽ പല്ലുകൾ കാണപ്പെടുന്നു. ഇത്തരം സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടി നെതന്യാഹു ജീവനോടെയുണ്ടോ അതോ മരണപ്പെട്ടോ എന്ന ചോദ്യം കൂടുതൽ ശക്തമാകുന്നു. ഇസ്രയേലിലെ മാധ്യമങ്ങൾക്ക് കർശനമായ സെൻസർഷിപ്പ് നിലവിലുണ്ട്. യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ പുറംലോകം അറിയാതിരിക്കാൻ ഭരണകൂടം വലിയ ശ്രമം നടത്തുന്നുണ്ട്. അയൺ ഡോം എന്ന പ്രതിരോധ സംവിധാനം ഉണ്ടായിട്ടും ഇറാൻ്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടത് ഇസ്രയേലിന് വലിയ നാണക്കേടാണ്. അങ്ങനെയെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരി കൊല്ലപ്പെട്ടാൽ അത് ഭരണകൂടം അത്ര പെട്ടെന്ന് സമ്മതിച്ചു തരുമോ? തൻ്റെ തകർച്ച പുറം ലോകം അറിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന വ്യക്തിയാണ് നെതന്യാഹു. കൊല്ലപ്പെട്ടില്ലെങ്കിൽ പോലും നെതന്യാഹുവിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള മാധ്യമങ്ങൾ മുൻപ് നൽകിയ വാർത്തകൾ നോക്കാം. 75 വയസ്സുകാരനായ നെതന്യാഹുവിന് 2023 ഹൃദയസ്തംഭനത്തെ തുടർന്ന് പേസ് മേക്കർ സ്ഥാപിച്ചിരുന്നു. 2024 മാർച്ചിൽ നെതന്യാഹുവിന് ഹെർണിയ ശസ്ത്രക്രിയ നടത്തി. ഇതുകൂടാതെ അടുത്തിടെ ഉണ്ടായ ഭക്ഷ്യവിഷബാധ നെതന്യാഹുവിന് കടുത്ത കുടൽ വീക്കത്തിനും വിധേയനാക്കി. അങ്ങനെ ഈ കാരണങ്ങളാൽ തന്നെ ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രമാണ് ഇവിടെ തെളിയുന്നത്. നെതന്യാഹുവിന് ശേഷം വരുന്നയാൾ ഒരുപക്ഷെ ഇതിലും വലിയ ക്രൂരനായേക്കാം. ചരിത്രം പരിശോധിച്ചാൽ ഏരിയൽ ഷരോണിനെ പോലുള്ള ഏകാധിപതികൾ വർഷങ്ങളോളം കിടപ്പിലായി കഠിനമായ വേദന അനുഭവിച്ചാണ് മടങ്ങിയത്. ഗാസയിലെ 10,000-കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിയവർക്ക് കാലം കരുതിവെച്ച ശിക്ഷയാണിതെന്ന് പലരും വിശ്വസിക്കുന്നു. തകർന്നുപോയ വീടുകളും നഷ്ടപ്പെട്ട ജീവനുകളും ഇന്നും തീരാ വേദനയായി നിലനിൽക്കുന്നു. നെതന്യാഹുവിൻ്റെ അവസ്ഥ എന്തുതന്നെയായാലും അദ്ദേഹം ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്ക് ഈ ലോകത്ത് തന്നെ മറുപടി നൽകേണ്ടി വരും. അധികാരം കൊണ്ട് സത്യത്തെ എത്ര കാലം മൂടിവെക്കാൻ കഴിയും? ഗാസയിലെ ജനതയുടെ കണ്ണീരും പ്രാർത്ഥനയും വെറുതെയാകില്ല.